ഒരു ആൾ ദൈവത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ ചെയ്തു കൂട്ടിയതാണ് ഇത്തരത്തിലുള്ള ഓരോ വാറും അതിൽ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ. വെൽക്കം ബാക്ക് ടു ഗ്രോ വിത്ത് ആഷ്. ഈ ഇടുന്ന വാർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാൻ വാറിൽ ഏകദേശം 150ഓളം പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് നഷ്ടമായത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ലേശം ടോപ്പിക്ക് വിട്ട് ജസ്റ്റ് ഒന്ന് മാറിപ്പോവാം. സംഭവം നടക്കുന്നത് BC കാലഘട്ടത്തിലാണ്. BC കാലഘട്ടത്തിൽ ഒരു ആൾ രൂപം, അതിൻ്റെ പേര് ബാലൻ എന്നായിരുന്നു. ബാലൻ എന്ന് പറയുന്ന ആ ഒരു ആൾ രൂപത്തെ ആരാധിക്കാൻ അവിടുത്തെ ജനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇസ്ലാമിക് ആയിട്ടുള്ള ആ ഒരു തിയറി കൊണ്ടുവരുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള അന്ധവിശ്വാസവും അനാചാരങ്ങളും അവിടെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പോകെ ആ ഒരു ആൾ ദൈവത്തിന് വേണ്ടിയിട്ട് പിഞ്ച് കുഞ്ഞിനെ ബലി നൽകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പറയുന്നത് ആ ഒരു ആൾ ദൈവത്തിൻ്റെ ഈ ഇത്തരത്തിൽ ബലി കൊടുത്താൽ പിന്നെ അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പണക്കയറും ഇങ്ങനെ വന്നു കയറും എന്നൊരു രീതിയിലായിരുന്നു ഇത്തരത്തിലുള്ള ബലി നടന്നുകൊണ്ടിരിക്കുന്നത്. നൗ ജസ്റ്റ് കം ടു നൗ, അതായത് ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന സെയിം കോൺസെപ്റ്റ് ഇതൊക്കെ തന്നെയാണ്. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതും ഇത്തരത്തിലുള്ള ബാലൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിമയെ തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് പല റീൽസിലും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ബാലൻ്റെ ഏകദേശം രൂപസാദൃശ്യമുള്ള പല പ്രതിമകളും ഇസ്രായേലിൽ പൂജിക്കുന്നു. ഇസ്രായേലിന് മാത്രമായിട്ടുള്ള കാര്യമില്ല, അമേരിക്കയിലും പല ഇന്റർനാഷണലായിട്ട് ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന പല രാജ്യങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ ആണ് സംഭവം. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ നടക്കുമ്പോൾ നമ്മൾ തലയിൽ കൈവച്ച് പോകും, ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഇന്ത്യയിൽ മാത്രമാണോ ഉള്ളതെന്ന്. അല്ല, എല്ലാ രാജ്യത്തിൻ്റെയും അതിൻ്റെ ഡാർക്ക് സൈഡിലോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു 2026 എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടം ഇസ്രായേലിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതായത് കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുക, അവരെ എന്നിട്ട് ആ ബാലൻ എന്ന് പറയുന്ന ദൈവത്തെ ശാന്തനിപ്പിക്കുക, ശാന്തമാക്കുക, രക്തം കൊടുക്കുക, അങ്ങനത്തെ പല നിയമങ്ങളും പല രീതികളും അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു വാറ് പൊട്ടിമുളച്ചത്. വേൾഡ് ലീഡേഴ്സിൻ്റെ ഒരു തിയറി വെച്ചിട്ട് ഇത്തരത്തിലുള്ള, അതായത് പല നമ്മൾ എപ്സ്റ്റീൻ ഫയൽ ഉണ്ടല്ലോ, അതിലുള്ള പല ലീഡേഴ്സും ഇത്തരത്തിലുള്ള ബാലൻ എന്ന് പറയുന്ന ഈ ഒരു ആൾരൂപത്തെ ആരാധിക്കുന്ന രീതിയിൽ കാണപ്പെടുന്നുണ്ട്. അതായത് എപ്സ്റ്റീൻ ഐലൻഡ് എന്ന് പറയുന്ന ആ ഒരു ഐലൻഡിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. എന്താണെന്നുള്ള സത്യാവസ്ഥയും നമുക്ക് ജസ്റ്റ് പറയാൻ പറ്റില്ല. എപ്സ്റ്റീൻ ഫയലിലുള്ള പലരെയും പല കുഞ്ഞുങ്ങളെയും ഇത്തരത്തിലുള്ള ആൾ ദൈവത്തിന് വേണ്ടിയിട്ട് ബലി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട്. ആ ഒരു സെയിം കോൺസെപ്റ്റ്, ആ ഒരു സെയിം തിയറിയാണ് ഇവിടെയും വരുന്നത്. ഇത്തരത്തിലുള്ള ബലി കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു രാജ്യത്തിൻ്റെ ഓരോ നെക്സ്റ്റ് ലെവലായിട്ട് എക്കണോമിക് ഗ്രോത്ത് പോയിട്ടുള്ളത്. അങ്ങനെയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം നേടിയെടുക്കുന്നത്. നമ്മൾ ലിയോ സിനിമയിൽ ആ ഒരു രംഗമുണ്ട്, അതായത് നരബലി കൊടുക്കാൻ പോകുന്ന ആ ഒരു സെയിം കോൺസെപ്റ്റ് തിയറിയും കൊണ്ടാണ് ഇവരും വരുന്നത്. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ദുഷ്ടവേലകൾ കാണിക്കുന്നത്. 2026 ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ ഇങ്ങനത്തെ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ഉറപ്പായും വിശ്വസിക്കില്ല. ഞാൻ ഇത് മൊത്തത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോൾ ഡാർക്ക് ഹ്യൂമൻസ് ആണ് ഇതിൻ്റെ അകത്തും ഉൾക്കൊള്ളിട്ടുള്ളത്. എന്തായിരുന്നാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു 2026 ഇന്ത്യക്കകത്ത് പലതരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനം നടക്കുന്ന കാര്യം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതിൽ ഒരു പാർട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള രാജ്യങ്ങളും ചെയ്തു വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത്. ഇത് വെറും കോൺസെപ്റ്റും തിയറീസ് മാത്രമാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അതായത് ഇതിൻ്റെ പല ഹിന്ദികളും പല മാധ്യമങ്ങളും പുറത്ത് വിട്ടിട്ടുള്ളതാണ് മറ്റൊരു ഫാക്റ്റായിട്ടും പറയുന്നത്. ഇതിൻ്റെ ഡീപ്പായിട്ട് ഇറങ്ങി പോകണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ടൈം വേണം. അതിന് വേണ്ടി പാർട്ട് 2 നമ്മൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിരിക്കുക, ഇത് മിസ്സാവാതിരിക്കുക. ഇതിലും മികച്ച നല്ലൊരു ഡാർക്ക് കണ്ടന്റുമായിട്ട് വരുന്നവരേക്ക് ഗ്രോ വിത്ത് ആഷ് സൈനിങ് ഓഫ്.